ഹലോ ഗൈസ്, പരപ്പ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സംഭവം ഒമാനിലെ കസബ് എന്ന് പറയുന്ന സ്ഥലത്തെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. എത്ര മനോഹരമായ കാഴ്ചയാണ് ഇത്! എത്ര കണ്ടാലും മതിവരാത്ത ഒരു സ്ഥലമാണ് കസബിലെ ഈ വർണ്ണക്കളറുള്ള മനോഹരമായിട്ടുള്ള മലകളും നാടുകളും റോഡുകളും. അതുപോലെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള നല്ല താഴ്വാരമാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ ഭാഗത്തൊന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മുമ്പ് കാലങ്ങളിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഒരു 10 വർഷമായിട്ടുണ്ടാവുള്ളൂ ഇവിടുത്തെ ഈ ഊക്കുമൻ്റെ ബിൽഡിങ് കാര്യങ്ങൾ, പിന്നെ ഹോസ്പിറ്റലുകൾ മറ്റെല്ലാം ഇപ്പോൾ ഡെവലപ്മെൻ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് ബിൽഡിങ്ങുകൾ. പിന്നെ റോഡൊക്കെ ഇതൊക്കെ പുതിയ റോഡാണ്. അതുപോലെ ഇവിടുന്ന് ഇപ്പോൾ ദിബ്ബ മുസണ്ടോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുതിയ റോഡുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ കസബിലെ എയർപോർട്ട് വരുന്നുണ്ട്. എയർപോർട്ടിലേക്ക് ഇവിടുന്നുള്ള റോഡാണ് വരുന്നത്, പുതിയ റോഡ്. പിന്നെ അതുപോലെ തന്നെ ദിബ്ബ മുസണ്ടത്തിൽ നിന്ന്, അതായത് ഇമറാത്തിലെ പുതിയ ബോർഡറൊക്കെ ഓപ്പൺ ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും 2028-30 കാലങ്ങളിൽ ഈ ദിബ്ബ മുസണ്ടത്ത് വഴി കൂടിയിട്ട് ഇങ്ങനെ വരാം. അതായത് 130 കിലോമീറ്ററാണ് ദൂരം എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാഹു അഅലം, അതൊന്നും അറിയില്ല. അപ്പോൾ ഗൈസ്, ഈ പുതിയ റോഡ് എന്ന് പറഞ്ഞില്ലേ, ദിബ്ബയിലേക്ക് പോകുന്ന ഇമറാത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന പുതിയ റോഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അവിടെ അതാ കാണുന്ന മല ഈ തുറന്ന് കാണുന്നില്ല, അവിടെ ഈ പൊളിച്ചിട്ടിരിക്കുന്ന കാണുന്നില്ല, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മൊത്തം
മൊത്തം മല പൊളിച്ച് അതിലെ കൂട്ടി മോള് വഴി ഇങ്ങനെ കയറി ഇറങ്ങി നല്ല എയർ പിന്നുകളും അതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. മൊത്തത്തിൽ അടിപൊളി വൈബായിരിക്കും. ആ റോഡ് പണിത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ആ യാത്ര ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു യാത്രയായിരിക്കും അതിൽ ആ റോഡ് വഴി പോകുന്നത്. ശരിക്കും അവർ പറയുന്നത് വെച്ചാൽ 130 കിലോമീറ്റർ എന്ന് പറഞ്ഞില്ല, 130 കിലോമീറ്റർ എന്ന് വെച്ചാൽ ശരിക്കും വൈബായിരിക്കും. ഒരുപാട് എയർ പിന്നുകൾ, കയറ്റം കുറവെന്നാണ്. ഈ മറ്റേ ഇങ്ങനെ കയറിപ്പോകുന്ന അങ്ങനത്തെ കയറ്റമൊന്നും ഉണ്ടാവില്ല. അതൊരു ലെവലനുസരിച്ചിട്ട് ഭയങ്കര ഒരുപാട് എൻജിനീയർമാരൊക്കെ ചെയ്തിട്ടുള്ളൊരു പണിയാണ് ഈ ശരിക്കും ഇത് എന്ന് പറയുന്നത്. വളരെ നല്ല രസകരമായിട്ടുള്ളൊരു യാത്രയായിരിക്കും ആ റോഡ് പണിത് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇവിടെ പച്ചപ്പും മറ്റേ ഇതൊക്കെ ഉണ്ട ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ അവിടത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും അവിടത്തേക്ക് ഏതാണ്ട് എത്താറായി. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസൊക്കെ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. സല്ലാല എന്ന് പറയുന്ന സ്ഥലം, അവിടത്തേക്കാണ് നമ്മുടെ യാത്ര. ഏതായാലും ഇവിടെ കസവിൽ വേറെ കൂടുതൽ വലിയ ഇതൊന്നുമില്ല, ചെറിയൊരു സ്ഥലമാണ്. 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലമാണല്ലോ ഈ കസബ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കുറേ മലകളും കുറേ ചെരുവുകളും കുറേ കടലുകളും ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ്. ദ്വീപ് തന്നെ എന്ന് പറയാം. ഒരുപാട് കുറ്റം മലകളും താഴ്വാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ കസബ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടാവും. ഇത് നല്ല അടിപൊളി വൈബാണ് കോഴിക്കോട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.